2025 മെയ് മാസത്തോടെ വാട്സാപ്പ് ഈ ഐഫോൺ മോഡലുകളെ പിന്തുണയ്ക്കുന്നത് നിർത്തും. അതിനുശേഷം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഐഫോൺ മോഡലുകളിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഏത് ഐഫോണുകളെയാണ് ബാധിക്കുന്നത്? WA ബേറ്റ ഇൻഫോയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് വാട്സാപ്പ് പ്രവർത്തിക്കാൻ iOS 15.1 അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പ് ആവശ്യമാണ്. ഐഫോൺ 5S, ഐഫോൺ 6, ഐഫോൺ 6 പ്ലസ് എന്നിവയുൾപ്പെടെ iOS 12.5.7 നപ്പുറം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാത്ത ഐഫോണുകൾക്ക് സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് നഷ്ടമാകും. ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പ് പുറത്തിറക്കിയ ഈ പഴയ ഉപകരണങ്ങൾക്ക് വാട്സാപ്പിന്റെ പുതിയ ഫീച്ചറുകൾക്കും വർദ്ധിപ്പിച്ച സുരക്ഷാ നടപടികൾക്കും ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. ഈ ഒരു സന്ദേശം ഉപഭോക്താക്കളിൽ എത്തിക്കുവാൻ സമയപരിധിയും അറിയിപ്പ് കാലയളവും നൽകുന്നുണ്ട്. ബാധിതരായ ഉപയോക്താക്കൾക്ക് 5 മാസത്തെ അറിയിപ്പ് നൽകി 2025 മെയ് 5 വരെ വാട്സാപ്പ് സമയപരിധി നിശ്ചയിച്ചു. ഈ വിൻഡോ ഉപയോക്താക്കൾക്ക് അവരുടെ ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതര സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുന്നതിനോ മതിയായ സമയം നൽകുന്നു. ബാധിക്കാത്ത ഐഫോണുകൾക്ക് ഈ മാറ്റം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. iOS 15.1 അല്ലെങ്കിൽ അതിനുശേഷമുള്ളവ പിന്തുണയ്ക്കുന്ന ഉപകരണങ്ങളുള്ള ഉപയോക്താക്കൾക്ക് വാട്സാപ്പ് ഉപയോഗിക്കുന്നത് തടസ്സമില്ലാതെ തുടരാം. നിങ്ങളുടെ ഐഫോൺ കാലികമാണോയെന്ന് പരിശോധിക്കുക. ക്രമീകരണങ്ങൾ കൂടുതൽ പൊതുവായ കൂടുതൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നതിലേക്ക് പോയി ഏറ്റവും പുതിയ പതിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്തുകൊണ്ടാണ് വാട്സാപ്പ് ഈ മാറ്റം വരുത്തുന്നത്? ഈ തീരുമാനം പുതിയ iOS പതിപ്പുകളിൽ ലഭ്യമായ വിപുലമായ APIകളും സുരക്ഷാ പ്രോട്ടോക്കോളുകളും പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വാട്സാപ്പിന്റെ പ്രതിബദ്ധതയുമായി യോജിക്കുന്നു. കാലഹരണപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതിലൂടെ വാട്സാപ്പിന് മെച്ചപ്പെട്ട ഫീച്ചറുകൾ അവതരിപ്പിക്കാനും ശക്തമായ ഡാറ്റ പരിരക്ഷ ഉറപ്പാക്കാനും ആപ്പിന്റെ മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടുത്താനും കഴിയും. ആൻഡ്രോയിഡ് ഉപയോക്താക്കളെ ബാധിക്കില്ല. ഈ അപ്ഡേറ്റ് ഐഫോൺ ഉപയോക്താക്കളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ ഈ അപ്ഡേറ്റിന്റെ ഭാഗമല്ല. കൂടാതെ ഉപയോക്താക്കൾക്ക് അനുയോജ്യത ആശങ്കകളില്ലാതെ വാട്സാപ്പ് ആക്സസ് ചെയ്യുന്നത് തുടരാം. നവീകരിക്കാനുള്ള സമയമാണോ? ഇപ്പോഴും ഐഫോൺ 5S, ഐഫോൺ 6 അല്ലെങ്കിൽ ഐഫോൺ 6 പ്ലസ് എന്നിവയിൽ ആശ്രയിക്കുന്ന ഉപയോക്താക്കൾക്ക് ഈ അറിയിപ്പ് ഒരു പുതിയ ഉപകരണത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിന്റെ സേവനങ്ങൾ ആസ്വദിക്കുന്നത് തുടരാനും അതിന്റെ ഏറ്റവും പുതിയ ഫീച്ചറുകളുമായി ബന്ധം നിലനിർത്താനും കഴിയും.